ഹലോ, ഇത് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം വൈറ്റ് സിമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻകുട്ടനെ കൊണ്ടുപോകാൻ വൈകിട്ട് ഓട്ടോ പോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ മേടിച്ചുകൊണ്ട് വരാമെന്ന് ഓർത്ത് ഞാനും കൂടെ പോവാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ മോൻകുട്ടൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ പോയിട്ട് വിളിച്ചോട്ട് രണ്ടുപേർക്കും ഒന്നിച്ച് വരാമല്ലോ എന്നോർത്ത് പോവാം. ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് സ്റ്റാഫിനെ വിടുന്നത്. അപ്പം എല്ലാവരും ചോദിച്ചു നേഴ്സാണോ എന്ന് ചോദിച്ചു. ഞാൻ നേഴ്സല്ല, മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് പഠിച്ചത്. ഇപ്പം ഞാനൊരു ഏജൻസിയാണ് നടത്തുന്നത്. ഏജൻസി നമ്മൾ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലോട്ടും വീട്ടിലോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ നമ്മൾ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വരെ ചെയ്യുന്നുള്ളൂ. ഡൽഹിയിലോട്ട് അത് റിസ്ക് ആയതുകൊണ്ട് ഡൽഹിയിലേക്കില്ല, ബാംഗ്ലൂർ വരെ. ഇപ്പം ബാംഗ്ലൂർ ഓൾറെഡി സ്റ്റാഫ് നിൽപ്പുണ്ട്. അപ്പോൾ ഓരോ പേഷ്യൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മൾ വീട്ടിലോട്ടാണേലും ഹോസ്പിറ്റലിലോട്ടാണേലും സ്റ്റാഫിനെ വിടുന്നത്. അപ്പം നമ്മുടെ ഏജൻസിയിൽ ഹോം നേഴ്സ്, ഹോം എയ്ഡ്, പിന്നെ ANM, GNM, GDA, BSc സ്റ്റാഫ് അവൈലബിൾ ആണ്. പിന്നെ അത് മെയിലും ഉണ്ട് ഫീമെയിൽസും ഉണ്ട്. ഒരു മിനിറ്റ്, മോൻകുട്ടൻ്റെ ഇതേ വരുന്നുണ്ട്. മോൻകുട്ടന് യൂണിഫോം കിട്ടിയിട്ടില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് യൂണിഫോം അളവെടുക്കുന്നതും ഒക്കെ. നമ്മൾ ഫീസ് അടച്ചാൽ മതി. അപ്പോൾ അളവൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ഫീസൊക്കെ അടച്ച്. എന്നാലും കിട്ടിയിട്ടില്ല. ഉടനെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മോൻകുട്ടനെ കൂട്ടി ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജും കാരിത്താസുമാണ് കൂടുതലും എൻക്വയറി വരുന്നത്. ഞങ്ങൾ കോട്ടയം ഫുള്ള് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നാലും എൻക്വയറി കൂടുതൽ വരുന്നതും പിന്നെ കോണ്ടാക്ട്സ് ഉള്ളതും മെഡിക്കൽ കോളേജിലും കാരിത്താസും. അതുകൊണ്ടാണ് അവിടുന്ന് കൂടുതലും വരുന്നത്. മിഡ് നൈറ്റിലൊക്കെ കോളും എൻക്വയറി വരുന്നത് അവിടെ എമർജൻസി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കേസോ അല്ലെങ്കിൽ കാർഡിയാക്ക് ICU അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓപ്പറേഷനുള്ള പേഷ്യൻ്റ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് കോൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ, അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് സാലറിയും സ്റ്റാഫും ഒക്കെ. പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് പോകുന്നത്. ഡിമെൻഷ്യ പേഷ്യൻ്റ്, ട്രക്കിയോസ്റ്റമി, ട്യൂബ് ഫീഡിങ്, അങ്ങനെ ഓരോരോ കണ്ടീഷൻ അനുസരിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മോൻകുട്ടനും പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വേണ്ടേ, മോൻകുട്ടനും പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും പണിയാരൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ഒരു 5:30 ആയപ്പം കിടന്നു. അപ്പം പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്, 5:30 ആകുമ്പം കിടക്കും, 8:30 ആകുമ്പോഴത്തേന് എഴുന്നേൽക്കും. പിന്നെയാണ് അപ്പം നോക്കും മോൻകുട്ടൻ്റെ തലയുടെ മേളിലേക്ക് നോക്കുക, കാറ് കൊച്ചിലെ മുതലുള്ള ഒരു സ്വഭാവമാണ്. കൊച്ചിലെയാണ് ചെറിയ കാറ് കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഇപ്പം അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഗിഫ്റ്റ് കിട്ടിയ കാറാണ്, നല്ല ഉറക്കമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 8-8:30 ആകുമ്പോഴൊക്കെ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പഠിക്കാനിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഏത്തയ്ക്കാപ്പമാണ്. അപ്പോൾ പിന്നാണ് പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ ഓക്കെ, ബൈ, താങ്ക് യു.